എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഇന്നലെ രാത്രി മോന് ഭയങ്കര ആഗ്രഹം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എന്നാൽ മാക്രോണി ഉണ്ടാക്കി കൊടുക്കാം, പിള്ളേരൊരു ആഗ്രഹമല്ലേ. അവൻ ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇതിന് വേണ്ട വെജിറ്റബിൾസ് നോക്കാം നമുക്ക്. ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, പച്ചമുളക്, സവാള, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ മെയിനായിട്ട് മാക്രോണി വേണം. മാക്രോണി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ലേശം ഉപ്പ് പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്കൊന്ന് മാക്രോണി ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടാവാൻ വെച്ച പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ക്യാരറ്റ്, സവോള, അതുപോലെ തന്നെ ക്യാപ്സിക്കം, തക്കാളി എന്നിവ കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് നമുക്ക് മാക്രോണി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ തന്നെ മാഗി മസാല കുറച്ച് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആ മസാലേൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു കാര്യം വിട്ടുപോയി, മാക്രോണി വെന്തതിന് ശേഷം പച്ചവെള്ളത്തിലേക്ക് മാറ്റി വെള്ളം ഊറ്റിയെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വീണ്ടും വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ മാഗി മസാല, കുറച്ച് മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്